എമർജൻസ് കോക്ക് L2 എംപുരാൻ 6 AM 6 മണി രാവിലെ ഹൗസ്ഫുൾ അന്യ ആംബിയൻസ് വലിയ തിയേറ്റർ. അവിടെ ഇങ്ങനെ സിനിമ തുടങ്ങി. സ്റ്റാച്യൂട്ടറി വാണിംഗ് പറയുന്നത് ഇന്ദ്രജിത്ത് സുകുമാരനാണ്. അവിടെ നിന്ന് പിന്നെ എല്ലിൽ നിന്ന് മോഹൻലാൽ എന്ന് എഴുതി കാണിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് ഫാൻസിന് ഗൂസ്ബം ഗ്യാരണ്ടീഡ്. അതുപോലത്തെ പ്രസൻറ്റേഷനാണ്. പിന്നെ നല്ല കിടിലൻ ടൈറ്റിൽ സോങ്. അങ്ങനെ ഇതൊക്കെ എഴുതി കാണിച്ച് ആദ്യത്തെ അരമണിക്കൂർ ഒരു നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന ഒരു സീനാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യായ മേക്കിംഗ്. ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും കരുതി ഒരു രാജമൗലി പടമാണ് കാണുന്നത്. അതുപോലത്തെ അതായത് ഒരേ സമയം ടെക്നിക്കലി ഹൈ, ഇമോഷണലി കണക്റ്റ് ആവുന്നു. ഒരു വലിയൊരു സംഭവങ്ങളുടെ ഒരു തുടർച്ചയുടെ ഒരു തുടക്കം എന്നോണം രാജമൗലി സിനിമകൾ കാണിക്കൂലേ, അതുപോലത്തെ ഒരു പരിപാടി. അതൊരു അരമണിക്കൂറുകളുണ്ട്. അത് അന്യ രീതിയിൽ മേക്ക് ചെയ്തിരിക്കുന്ന, അതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും, പ്രത്യേകിച്ച് അഭിമന്യു സിംഗ്, ഒരു ജാതി പരിപാടി പുള്ളി കാണിച്ചു വെച്ചേക്കുന്നത്. അതിൽ തന്നെ ഇന്ത്യൻ പൊളിറ്റിക്സ് ഉണ്ട്, കൃത്യമായിട്ട് ഇന്ത്യൻ പൊളിറ്റിക്സ്. ഇവിടെ പിന്നെ റിലീജിയൻ വിൽക്കുന്നത് എല്ലാം, പിന്നെ ഈ ഹിന്ദു മുസ്ലിം ഡ്യുവാലിറ്റി, ഇതൊക്കെ മുരളി ഗോപിയുടെ എഴുത്താണല്ലോ. അതങ്ങനെ വന്നപ്പോൾ ഒരു ഗംഭീര സാധനം ആദ്യത്തെ അരമണിക്കൂർ കൊണ്ട് തന്നെ ബൂത്ത് വാച്ചിങ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ പോകുന്ന ഒരു സിനിമ. പിന്നെ അതിൽ തന്നെ വയലൻസ് ഉണ്ട്, നല്ല രീതിക്ക് വയലൻസ് ഉണ്ട്. വയലൻസ് പറഞ്ഞാൽ വെറുതെ വെട്ടും കുത്തുമല്ല, വളരെ ഈസ്തെറ്റിക് ആയിട്ടുള്ള വയലൻസ്. ആ സീൻസ് ഡിമാൻഡ് ചെയ്യുന്ന വയലൻസ്, അതൊക്കെ ഗംഭീരമായിട്ട് കാണിച്ചിട്ടുള്ള ആദ്യത്തെ അരമണിക്കൂർ. പിന്നീട് അങ്ങോട്ട് കേരള രാഷ്ട്രീയം ലൂസിഫറിൽ കാണിച്ചതിൻ്റെ തുടർച്ച എന്നോണം ജിതിൻ രാംദാസ്, മഞ്ജുവരുടെ ക്യാരക്ടർ, അതുപോലെ തന്നെ ഇടത് വലത്, തീവ്ര വലത്, അതായത് മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ CPM, കോൺഗ്രസ്, BJP. ഇതിൽ CPM-നെ മാക്സിമം മുരളി ഗോപി കൊടുത്തിട്ടുണ്ട്, മാക്സിമം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ BJP-ക്കും നല്ല രീതിക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ്സിന് തൊട്ടും തലോടിയും കുറച്ച് ജസ്റ്റിഫിക്കേഷൻസ് പരിപാടിയൊക്കെ ആയിട്ട് ഈ സിനിമയുടെ മൊത്തം സ്ട്രക്ചർ തന്നെ അങ്ങനെയാണ്. IOF ആണല്ലോ UDF-നെ പ്രതിദാനം ചെയ്യുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്ന പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ അങ്ങനെ പോകുന്നു. സുരാജിൻ്റെ കഥാപാത്രമൊക്കെ അങ്ങനെ ബജ്രംഗി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നാണ്, നോർത്ത് നിന്ന് കേരളത്തിലേക്ക് വന്നിട്ടുള്ള പാർട്ടിയുടെ ആളാണ്. പിന്നെ ബൈജുവിൻ്റെ 1-2 തഗ്ഗടി പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന ഒരു സിനിമ. അപ്പോഴും ലാലേട്ടൻ്റെ ഒരു പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യും എപ്പോഴും. അത് കഴിഞ്ഞ ദിവസം പൃഥ്വിരാജ് പറഞ്ഞ പോലെ തന്നെ ബാറ്റ്മാൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യുമ്പോൾ തന്നെ ലാലേട്ടൻ്റെ പ്രസൻസ് ഇങ്ങനെ ഫീൽ ചെയ്യും. ഇപ്പോൾ വരും ഖുറേഷി അല്ലെങ്കിൽ സ്റ്റീഫൻ, ഇപ്പോൾ വരും എന്നുള്ളൊരു സാധനം നിലനിർത്തിക്കൊണ്ടാണ്. അതായത് ഇത്രയും 1 മണിക്കൂറോളം സമയമായി സിനിമ. ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ഗോട്ടിലെ ജെറാം ഫ്ലിൻ, അതുപോലെ തന്നെ മറ്റേ കബൂക്ക, എറിക് എബോനെ, ഇങ്ങനെ കുറേ പേരൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് സ്ത്രീകളും വിദേശികളും അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നൊരു സിനിമ. ഇൻട്രോ സീൻ ഓഫ് ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ മേക്കിങ്. വേറെ രാജ്യത്താണ്, കെനിയ ബോർഡറാണ്, കെനിയല്ല സെനഗൽ ബോർഡർ. അവിടെ വെച്ചിട്ട് ഉള്ളൊരു അന്യായ മേക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെലികോപ്റ്റർ വന്ന് അത്രയും പൈസ സ്പെൻഡ് ചെയ്ത് ഒറിജിനലായിട്ട് എടുത്തുള്ള സാധനം. മേക്കിങ്ങിൽ ഇതിന് എവിടെ ഒന്നും പറയാനില്ല. ഇതിൻ്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻട്രോ കഴിഞ്ഞ് ഖുറേഷി ഇബ്രാഹിമിൻ്റെ പരിപാടിയും കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഒരു മേനയാവണില്ല. അതായത് എന്തൊക്കെ ചെയ്തിട്ടും ഖുറേഷി ഇബ്രാഹിമിന് മേനയാവണില്ല. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് ലാസ്റ്റ് ലൂസിഫറിൻ്റെ അവസാനം ഖുറേഷി ഇബ്രാഹിമിനെ കാണിച്ച സമയത്തുണ്ടായിരുന്ന സാധനമല്ലേ, ആ സാധനം എവിടെയും ഒരു സ്ഥലത്ത് പോലും ഖുറേഷി ഇബ്രാഹിമാണ് ഞാൻ പറയുന്നത്, സ്റ്റീഫനല്ല, എവിടെ പോലും പൃഥ്വിരാജനായി കഴിഞ്ഞാലും മുരളി ഗോപി കഴിഞ്ഞാലും ലാലേട്ടനായി കഴിഞ്ഞാലും തരാൻ പറ്റിയിട്ടില്ല. പല സ്ഥലത്തും ഭയങ്കര ലോ ആയിരുന്നു. അതായത് കോട്ടിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്നില്ല ലാലേട്ടൻ. പക്ഷേ എന്താണ് ഖുറേഷി ഇങ്ങനെ എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു പരിപാടി. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞ പോലെ ആൻ്റണി പെരുമ്പാവൂരിനൊക്കെ അദ്ദേഹമാണ് പ്രൊഡ്യൂസർ. അദ്ദേഹം ഇതിൽ അഭിനയിച്ചിരിക്കുക, റാവുത്തർ എന്ന് പറഞ്ഞ കഥാപാത്രം. എന്തോ അത് ഇത്രയും വലിയ ഒരു പടം, ഇത്രയും മാഗ്നിറ്റ്യൂഡുള്ളൊരു പടം, പാൻ ഇന്ത്യൻ പടം. ഇതിനകത്ത് ഇത്രയും ലോകത്തുള്ള സകല ആളുകളെ പിടിച്ച് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗെയിം ഓഫ് ത്രോൺസിലെ ആൾക്കാർ വരെ കൊണ്ടുപോകുന്നുണ്ട്. എന്നിട്ട് ഈ റാവുത്തർ ചെയ്യാൻ ഒരാളെ കിട്ടിയില്ലേ പൃഥ്വിരാജ് സുകുമാരന്. എന്തൊരു കോമഡി ആയിരുന്നു അറിയാം. തിയേറ്ററിൽ ആൾക്കാർ ചിരിക്കുക അദ്ദേഹത്തെ കാണുമ്പോൾ. അല്ലെ, ആ ക്യാരക്ടർ അങ്ങനത്തെ ഒരു കോമഡി കഥാപാത്രമാണെങ്കിൽ ശരി. ലൂസിഫറിൽ കുഴപ്പമില്ല, ഇങ്ങനെ കൈപൊന്തിച്ച് കാണിക്കുന്നു, കുഴപ്പമില്ല. കൈപൊന്തിച്ച് കാണിച്ച് റഫ്താര സോങ്ങിൻ്റെ ഇടയ്ക്ക് പോയി. ഇത് ഇരുന്ന് ഡയലോഗ് പറയും സീരിയസ് ആയിട്ട്. എൻ്റെ പഴയ കൊള്ള സംഘത്തിലേക്ക്, പഴയ നസീറിൻ്റെ കാലത്തുള്ള സിനിമയിലൊക്കെയുള്ള സീനൊക്കെ പോലെ ഇന്ദ്രജിത്ത് സുകുമാരനൊക്കെ. എന്തോ അത് ഇതാ പറഞ്ഞ ഒരു മര്യാദ വേണ്ടേ? ഇങ്ങനത്തെ ഒരു സിനിമയിൽ കാണിക്കാൻ പറ്റിയ ഒരു പരിപാടിയാണോ ആൻ്റണി പെരുമ്പാവൂരിനെ കൊണ്ടുവന്നിട്ട്? ആ സുഖം അങ്ങോട്ട് പോയി, ഫ്ലോ അങ്ങ് പോയി. ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ഖുറേഷിനെ കണ്ടിട്ട് ഇങ്ങനെ ഖുറേഷിക്ക് വയ്യേ എന്ന് തോന്നിപ്പിച്ച് കൊണ്ടിരിക്കുന്ന സമയത്ത് റാവുത്തർ എന്ന് പറഞ്ഞ ആൻ്റണി പെരുമ്പാവൂരിനെ കൊണ്ടുവന്ന് പറയിപ്പിച്ചത്, സീരിയസ്ലി പറയിപ്പിച്ചതാണ്. പിന്നെ ഈ ഗോവർദ്ധനൻ, ഇന്ദ്രജിത്തിൻ്റെ കഥാപാത്രം
ഖുറേഷിനെ കാണുന്നൊരു സീൻ കണ്ടപ്പോൾ ശരിക്കും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മാറ്റിയിട്ട് നിഴലായി പ്രേതപ്പാട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഖുറേഷിൻ്റെ പ്രേതത്തെ കാണുമ്പോൾ ഉണ്ട് കറക്റ്റ്. ഖുറേഷി ഇങ്ങനെ വരുന്നു പോകുന്നു. അതും ട്രെയിലർ കാണിച്ചിട്ടുള്ള ഒരു ഐക്കോണിക് ഷോട്ടാണത്, ഒരു ഐക്കോണിക് ഷോട്ട്. അതാണ് ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നത്. എനിക്കറിയില്ല എന്താണ് സംഭവിച്ചത്. അതിനുശേഷം അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ സഞ്ചാരി എന്നൊക്കെ പറയുന്ന പാട്ട് ഈ സിനിമയിൽ L2 എമ്പുരാൻ്റെ അകത്തുള്ളൊരു പാട്ട്, ഒരു പരിപ്പുവട സിനിമയിൽ പോലും ഇടാത്ത അത്രയും മോശം ഒരു പാട്ട്. ഇതിൽ സ്കോറിങ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ 30 മിനിറ്റ് സീനിലൊക്കെ ദീപക് ദേവ് ഗംഭീര സ്കോറിങ്ങാണ്. ലാലേട്ടൻ്റെ ഇൻട്രോ, ഖുറേഷിയുടെ ഇൻട്രോയ്ക്ക് അകത്തുള്ള കൊടുത്തിട്ടുള്ള സ്കോർ എന്ന് പറഞ്ഞാൽ വളരെ മോശം, വെരി പൂർ എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം ഒരു ഇമ്പാക്റ്റും ഇല്ല. ഇങ്ങനത്തെ ഒരു സിനിമയിൽ മറ്റേ അനിരുദ്ധും ഇവരൊന്നും ചെയ്യുമ്പോൾ ചെയ്യണമെന്നല്ല പറയുന്നത്, പാട്ടേടി വേണമെന്നല്ല പറയുന്നത്. ആ സ്കോറൊന്ന് കേട്ട് നോക്കിയാൽ മനസ്സിലാവും എന്ത് സ്കോറാണ് അത്. ലാലേട്ടൻ്റെ ഖുറേഷി ഇബ്രാഹിം വന്ന സമയത്ത് ലൂസിഫറിൽ അവസാനം ഖുറേഷി വരുന്ന സ്കോറിൻ്റെ ഏഴാലെത്ത് പറ്റൂല. എന്തോ ഒരു സ്കോർ, എന്തോ ഇട്ട് വെച്ചേക്കുന്നു. അതുപോലൊക്കെ തന്നെയാണ് പിന്നീടും ഈ പാട്ട് എന്ത് പാട്ടാത്. പൈജു തട്ടുകടന്ന് പഴംപൊരി ചായ കുടിക്കുന്ന സീനിൽ പാട്ടിൻ്റെ അത് കഴിഞ്ഞിട്ട് പിന്നെ ലാലേട്ടൻ്റെ സീൻ, ഖുറേഷിയുടെ സീനിൽ ഈ പാട്ട് സഞ്ചാരി എന്തോ പാട്ടിന് ഓർമ്മയില്ല, അതിൻ്റെ ട്യൂൺ ഓർമ്മയില്ല, അങ്ങനെ ഒരു പാട്ട്. എന്താ അലുവയും മത്തിക്കറിയും പോലെ. ഒരു ബന്ധവുമില്ല പാട്ടും സീൻസും തമ്മിൽ ഒരു ബന്ധവുമില്ല. പൃഥ്വിരാജ് സുകുമാരൻ തന്നെയാണ് അത് ചെയ്തതെന്ന് തോന്നിപ്പോയി. അദ്ദേഹം ഒരു മിനിമം സെൻസുള്ള ഒരാളല്ലേ. അദ്ദേഹം എടുത്തു വെച്ചിരിക്കുന്ന ഒരു പാട്ടും ഒരു സീനും എന്തോ അത്. അങ്ങനെ ഇൻ്റർവെൽ വരെ അങ്ങനെ പോകുന്ന സിനിമ ഖുറേഷിനെ കാണിക്കുന്നുണ്ട്, കുറേ സീൻസ് ഒക്കെ. പക്ഷേ ഇൻ്റർവെൽ പഞ്ചെന്ന് ഒരു സുഖമില്ല. ഇങ്ങനത്തെ ഒരു സിനിമയ്ക്കകത്ത് ഉണ്ടാകേണ്ട, അതായത് നമ്മൾ ലൂസിഫർ കണ്ടിട്ടല്ലേ ഇത് കാണുന്നത്. ലൂസിഫറെ എജ്ജാതി കിടുപാടോ. അപ്പോൾ അത് കണ്ടിട്ട് ഇത് കാണുന്ന സമയത്ത് അതിൻ്റെ ബാക്കിയല്ലേ ഇത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതീക്ഷ ഉണ്ടാവില്ലേ. അങ്ങനെ കണ്ടപ്പോഴേ ഭയങ്കര നിരാശയാണ് ഫസ്റ്റ് ഹാഫ് കണ്ട സമയത്ത് ഉണ്ടായിട്ടുള്ളത്. അയ്യോ ഇതും പോയോ എന്നുള്ളൊരു അവസ്ഥ തന്നെയാണ് തോന്നിയിട്ടുള്ളത് ഫസ്റ്റ് ഹാഫ് കണ്ട സമയത്ത്. പിന്നെ അതിന് കുറച്ചെങ്കിലും ഒരു മാറ്റം വന്നത് സെക്കൻഡ് ഹാഫ് തുടങ്ങിയതിന് ശേഷം, ഇൻട്രോന് ശേഷം. പിന്നെ അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടു ബി ഫ്രാങ്ക്, ലാലേട്ടന് ടൈലർ മെയ്ഡ് റോളാണ് സ്റ്റീഫൻ ലാലേട്ടൻ പെർഫെക്റ്റാണ്. ലാലേട്ടൻ നന്നായിട്ട് ആർക്കും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഖുറേഷി ലാലേട്ടൻ കൂടെ വയ്യ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഖുറേഷി പുള്ളിയുടെ ഒരു സാധനത്തിന് പറ്റിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം അങ്ങനെ ഖുറേഷിനെ കെയർ ചെയ്യുന്നത്. പിന്നെ ഇതിൽ റൈറ്റിങ്ങിനൊക്കെ പ്രശ്നമുണ്ട്, ലാലേട്ടൻ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ലാലേട്ടൻ സ്റ്റീഫൻ ആവുന്ന സമയത്തുള്ള ലാലേട്ടൻ ഉണ്ടല്ലോ, അത് തീപ്പൊരിയാണ്. അങ്ങനത്തെ ഒരു ഹൈ സാധനം. ഈ സിനിമയിൽ എനിക്ക് ഗൂസ് ബംബ് വന്ന, കണ്ണ് നിറഞ്ഞ, അതായത് ഇമോഷണൽ മാസിൽ കണ്ണ് നിറയില്ലേ, അങ്ങ് ആ സാധനം വന്ന ഒരു മൊമെൻറ്റ് ഇൻ്റർവെല്ലിന് ശേഷമുണ്ട്. അത് തിയേറ്റർ ഇളക്കി മറിച്ച്, അതുവരെ ചത്തിരുന്ന തിയേറ്റർ ഇളകി മറഞ്ഞു. കാരണം അതുവരെ ഇങ്ങനെ എന്തൊക്കെയോ കാണിക്കുമായിരുന്നു. പിന്നെ അങ്ങോട്ട് പടം ഒന്ന് ഹൈ ആയി. പിന്നെ മസൂദ് വരുന്ന സീൻസ്, അങ്ങനെ പടം ഹൈ ആയി. പൃഥ്വിരാജിനെ കൂടെ കണ്ടപ്പോൾ വാവ് എന്നുള്ളൊരു ഫീൽ വന്നു. പക്ഷേ പിന്നെ അങ്ങോട്ട് പിന്നെയും പൊളിറ്റിക്സ് ഇതൊക്കെ ആയിട്ട്, അതായത് മഞ്ജു വാര്യരൊക്കെ ഇതിൽ എന്താ ഭാരതാംബയോ മറ്റേ സ്വാതന്ത്ര്യ ദിനത്തിൽ ഭാരതാംബ ഉണ്ടാവില്ലേ, ത്രിവർണ്ണ സാരിയൊക്കെ കൊടുത്തിട്ട് അങ്ങനത്തെ ഒരു ഇതെന്ത് കോസ്റ്റ്യൂം, അത് ആരെ ഇതൊക്കെ ആലോചിച്ച് കണ്ടുപിടിച്ച് ഒരു കിരീടം കൂടി വെച്ച് കൊടുത്താൽ, ഒരു കുടിയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഭാരതാംബ. ശരിക്കും നല്ല ഹൈ മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഗംഭീര ഒരു സാധനമായിരുന്നു ലൂസിഫർ പോലെ തന്നെ. പക്ഷെ എവിടേക്കോ അങ്ങ് സെറ്റായില്ല, കുറേ അങ്ങ് കയ്യിൽ നിന്ന് പോയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ ടുവേർഡ്സ് ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോൾ ഞാൻ പറയുന്നില്ല, ക്യാരക്ടർ കൺസിസ്റ്റൻസി പോയി. അതിങ്ങനെയാണ്. ഇതാണോ ഖുറേഷി ഏതോ ഒരു നോർത്ത് ഇന്ത്യയിലെ ഒരു ചാട്ടുളി വില്ലനായിട്ട് അടിപിടി കൂടുന്ന ഒരാളാണോ ഖുറേഷി? ഒരാളാണോ സയ്യിദ് മസൂദ്? അയ്യയ്യയ്യയ്യയ്യേ, ക്യാരക്ടർ കൺസിസ്റ്റൻസി ഇങ്ങനെ നശിപ്പിക്കാവോ? വളരെ മോശം. അതേ പറഞ്ഞു, ഒരു മര്യാദ വേണ്ടടേ എന്ന് ചോദിക്കാൻ തോന്നി. അതുകൊണ്ടാണ് ബൈജു മറ്റേ ആദ്യത്തെ ലൂസിഫറിൽ ചോദിച്ച പോലെ. അങ്ങനെയൊന്നുമല്ല. ഖുറേഷിയും മസൂദൊന്നും ഞാൻ കൺസീവ് ചെയ്ത ഖുറേഷിയും മസൂദൊന്നും ഇങ്ങനെയല്ല. അവർക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അടികൂടി കളിക്കുക. ഇതെന്താ അത്? ഇവരാരാണത്? ഇവർ മറ്റേ സിൻഡിക്കേറ്റ്, മറ്റേ ഇന്റർനാഷണൽ മറ്റേന്ന് പറഞ്ഞിട്ട് ഇലൂമിനാറ്റി എന്ന് പറഞ്ഞിട്ട് അടിപൊളി കളിക്കുക. അതുപോലെ ഈ സ്റ്റണ്ട് സിൽവയൊക്കെ ഏത് കാലം എത്ര വർഷം മുമ്പ് ചെയ്തിട്ടുള്ള ഫൈറ്റ് കൊറിയോഗ്രാഫിയാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. പൊട്ടി പറത്തുക, കരിയില പറത്തുക, അത് തന്നെ പരിപാടി. പിന്നെ ഈ കടപുള്ള പോലെ ഇതെന്തിനാ വീണ്ടും കടപുള്ള പോലെ? അത് കഴിഞ്ഞ് ലൂസിഫറിൽ കഴിഞ്ഞ് കഥം ഗയ ഗുഡ് ബൈ. പിന്നെ വീണ്ടും ഈ ദീപക് ദേവ് ഇതും കൊണ്ടുവരുന്ന എന്തിനാ? പിന്നെ ഫിറസിന്ദ എന്നെല്ലാം പറഞ്ഞിട്ട് പോരാണ്ട് ഹിന്ദിയിലും അവസാനം കുറേ സമയം ഫിറസിന്ദ. ഇങ്ങനെയൊക്കെയാണ് പടത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ.
ടു ബി ഫ്രാങ്ക് സ്ട്രൈറ്റ് ഫ്രം മൈ ഹാർട്ട് എനിക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ള സിനിമയായിരുന്നു. അതുകൊണ്ടാണ് അത്രയും വീഡിയോസ്, സാധാരണ ഈ പ്രീ റിലീസ് വീഡിയോസ് ഞാൻ ചെയ്യാറില്ല അധികം. ഇത് ഞാൻ അത്രയും ടീസർ, ട്രെയിലർ, പഴയ ലൂസിഫറിൻ്റെ റിവ്യൂ വരെ ഞാൻ റീ റിലീസ് ചെയ്ത്. അത്രയും കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടോ അത്രയും താല്പര്യമുള്ളതുകൊണ്ടോ അത്രയും ആവേശമുള്ളതുകൊണ്ടാണ്. പക്ഷെ അതൊക്കെ അസ്ഥാനത്തായിപ്പോയി. വെരി ഡിസപ്പോയിൻറ്റിങ്. ഞാൻ പറഞ്ഞു, ഈ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് കൊടുക്കേണ്ട മര്യാദ ഈ സിനിമ കൊടുത്തിട്ടില്ല. മനഃപൂർവ്വമായിരിക്കില്ല, പക്ഷേ ഇതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയി. ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട്, ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതല്ലല്ലോ എൻഡ് ഓഫ് ദി ഡേ സിനിമ കണ്ടു കഴിഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ വേണ്ടേ, നല്ല മൊമെൻറ്റ്സ് വേണ്ടേ, മനസ്സ് നിറയണ്ടേ, കണ്ണ് നിറയണ്ടേ. കണ്ണ് നിറയാൻ പറഞ്ഞാൽ മറ്റേ സീരിയൽ കണ്ടിട്ട് നിറയും പോലെയല്ല. ആ ഒരു സാധനം വന്നിട്ട് ഇറങ്ങുമ്പോൾ നെഞ്ചും വിരിച്ച് ഇറങ്ങാൻ പറ്റണ്ടേ, അത് ഉണ്ടായില്ല. പിന്നെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതോ ചൈനീസ് റെസ്റ്റോറൻറ്റിലെ മറ്റേ ഇതുണ്ടാക്കുന്നില്ല, ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന ആളെ കാണിക്കേണ്ട അവസാനം.